ക്രൈസ്തവ മാനേജ്മെന്റുകൾ എതിർത്ത് നിൽക്കിയ ഭിന്നശേഷി നിയമനത്തിൽ സർക്കാർ നിലപാടെന്ന് കോടതിയെ അറിയിക്കും. വിവിധ സംഘടനകൾ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാകും സർക്കാർ നയം വ്യക്തമാക്കുക. NSSന് അനുകൂലമായി ലഭിച്ച വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്ന് കോടതിയെ അറിയിക്കും. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, ഇക്കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഉറപ്പ് പോരാ, നടപടി വേണമെന്നാണല്ലോ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. കോടതിയിൽ എന്തായിരിക്കും സർക്കാർ അറിയിക്കാൻ പോകുന്ന നിലപാട്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു നിലപാടിൽ സർക്കാർ മാറ്റം വരുത്തിയത്. ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ NSSന് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാം എന്നുള്ള ഉറപ്പാണ് ഈ ചർച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. എന്നാൽ ആ ഉറപ്പിലും ഇപ്പോഴും ക്രൈസ്തവ മാനേജ്മെന്റുകൾ പൂർണ്ണമായി തൃപ്തരല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ കഴിഞ്ഞ ദിവസം സംയുക്തമായി വാർത്താസമ്മേളനം നടത്തിയതും. എന്നാലും അതൊന്നും വകവയ്ക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് സുപ്രീം കോടതിയിൽ വിവിധ മാനേജ്മെന്റുകൾ നൽകിയ കേസ് പരിഗണിക്കുന്നുണ്ട്. ഈ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ സ്വന്തം നിലയിൽ സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ ന്യായീകരണം, സർക്കാരിൻ്റെ നിലപാട് സുപ്രീം കോടതി അറിയിക്കും. NSSന് നൽകിയിരിക്കുന്ന വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നുള്ളതാണ് സർക്കാർ നിലപാട് എന്നായിരിക്കും സുപ്രീം കോടതി അറിയിക്കാൻ പോകുന്നത്. NSSന് നേരത്തെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ ഒഴിച്ചിട്ട ശേഷം മറ്റു സീറ്റുകൾക്ക് അധ്യാപക നിയമനം നടത്താമെന്നും ആ നിയമനങ്ങൾക്ക് സർക്കാരിന് അംഗീകാരം നൽകാമെന്നും ഒരു വിധി ലഭിച്ചിരുന്നു. ഈ വിധിയാണ് സ്വാഭാവികമായി മറ്റ് മാനേജ്മെന്റുകൾക്കും അനുകൂലമാക്കാൻ പോകുന്നത്. എന്നാൽ ക്രൈസ്തവ മാനേജ്മെന്റുകളടക്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുകയല്ല വേണ്ടത്, അത് സർക്കാർ ഉത്തരവായി ഇറക്കുകയാണ് വേണ്ടത്. സർക്കാരിന് ഈ മുൻപത്തെ വിധി വെച്ചുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സ്വന്തം നിലയിൽ ഉത്തരവിറക്കാം. അത്തരത്തിൽ വിദ്യാഭ്യാസ ഉത്തരവ് ഇറക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റുകളടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.